നമസ്കാരം. വേൾഡ് 2023ലേക്ക് സ്വാഗതം. ലോകമാകമാനമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഉണ്ണിയേശു ജനിച്ചു എന്ന് കരുതുന്ന ബത്ലഹേമിൽ ഇക്കുറി ക്രിസ്മസ് ആഘോഷങ്ങളിലായിരുന്നു. 100 കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ അതിലേറെ കുഞ്ഞുങ്ങൾ പരിക്കേറ്റും ആശുപത്രിയിലും കിടക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഉണ്ണിയേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്നാണ് അവിടുത്തെ സഭാതലവന്മാർ ചോദിച്ചത്. ലോകത്തെ ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ സംഭവം അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഗാസ യുദ്ധം തന്നെയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ അതിഥികളായുള്ളത് കേരളത്തിലെ തലമുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ MG രാധാകൃഷ്ണനും അന്താരാഷ്ട്ര വിശകലന വിദഗ്ധൻ കൂടിയായ ഡോക്ടർ മോഹൻ വർഗീസുമാണ്. ശ്രീ മോഹൻ വർഗീസിൽ നിന്നും, ഗാസയിലെ യുദ്ധം അത് എത്രയോ പതിറ്റാണ്ടുകളുടെ തുടർച്ചയാണ്. അതിപ്പോൾ ഇന്ന് ഏറ്റവും തീവ്രമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ ലോകം രണ്ട് ചേരിയായി നിൽക്കുകയാണ് ഇപ്പോഴും. ചിലരെങ്കിലും ഒരു പക്ഷത്ത് ചിലർ മറ്റൊരു പക്ഷത്ത് നിൽക്കുന്നു. ഈ രാഷ്ട്രീയത്തിന് യുദ്ധമൊക്കെ ഉണ്ടായെങ്കിലും കാര്യമായ മാറ്റം വരുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? 2023 വേദനയാണ് ഗസ. ഇപ്പോൾ ഡിസംബർ അവസാനം നമ്മൾ നോക്കുമ്പോൾ 22,000-ൽ പരം നിരപരാധികളായ ആളുകളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു ഗസയിൽ മാത്രം. മധ്യ പൗരസ്ത്യ പ്രദേശമാകെ സംഘർഷപൂരിതമായി നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും അതുപോലെ ഇറാൻ അനുകൂല മറ്റ് മിലീഷ്യകളും എല്ലാം തന്നെ ഇസ്രയേലിനെതിരെ ചന്ദ്രഹാസം ഇളക്കി നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു. ഇങ്ങനെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ സന്തുലിത അവസ്ഥ മുഴുവൻ അട്ടിമറിക്കത്തക്ക രീതിയിൽ ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ഒരു കിരാതമായ ആക്രമണം, അതിനുള്ള പ്രത്യാക്രമണത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 22,000-ലധികം ആളുകളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. ലോകം കയ്യും കെട്ടിയത് കണ്ടു എന്ന് പറയാനാവില്ല എങ്കിലും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടനകൾക്ക് പോലും സമാധാനം കൊണ്ടുവരാനാവാത്ത രീതിയിൽ സങ്കീർണമായ ഒരു വിഷയമായി അത് മാറിയിരിക്കുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തമാണ്. ഈ സംഭവം ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ശൂന്യതയിൽ നിന്ന് സംഭവിച്ചൊരു കാര്യമല്ല, മറിച്ച് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ ഒരു നീതി നിഷേധത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണം, ഒരു വലിയ ഒരു തിരതള്ളലാണ് ആ സംഭവം. അങ്ങനെയെങ്കിൽ അടിസ്ഥാനപരമായ ലോകം ഭൗതികമായ ആ വിഷയം, ആ ബേസിക് ഫണ്ടമെൻ്റൽ ഇഷ്യൂവിനെ ടാർഗറ്റ് ചെയ്യണം. അത് 2 രാഷ്ട്ര ഫോർമുലയാണ്. പലസ്തീൻ വിഭാഗത്തിലെ അറബികൾക്ക് ഒരു രാഷ്ട്രവും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രവും, ഇസ്രയേലിന് പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ സംഘർഷമില്ലാതെ ജീവിക്കാനുള്ള അന്തരീക്ഷവും ഉണ്ടാകണം. ഈ 2 കാര്യങ്ങളും ഒരുപോലെ സംഭവിക്കുമ്പോൾ മാത്രമേ അവിടെ ശാന്തി ഉണ്ടാകൂ. അല്ല എങ്കിൽ അവിടെ ഇറാനും ചൈനയും റഷ്യയും അമേരിക്കയും എല്ലാം ആ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ആവശ്യമില്ലാതെ കടന്നു വന്ന് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് 2023 ഒരു വലിയ മാറ്റത്തിൻ്റെ, പശ്ചിമേഷ്യയിലെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. സമവാക്യങ്ങൾ മാറിയ ഒരു വർഷം കൂടിയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കൈപ്പൊള്ളിയിരുന്ന റഷ്യ കുറച്ചുകൂടെ സ്വീകാര്യത നേടി അറബി അനുകൂല നിലപാടിലേക്കും ഇസ്രായേൽ വിരുദ്ധ നിലപാടിലേക്കും വരുന്നു. ഇസ്രായേലിൻ്റെ ശക്തമായ സപ്പോർട്ടുമായി പിന്തുണയുമായി അമേരിക്ക എക്കാലത്തേതുപോലെ നിൽക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ പൊതു മനസ്സ് ഇപ്പോൾ ഹമാസിൻ്റെ അല്ലെങ്കിൽ പാലസ്തീൻ്റെ അല്ലെങ്കിൽ ഗാസയോടൊപ്പമാണ് എങ്കിലും ചെറിയ രീതിയിലെങ്കിലും ചില രാഷ്ട്രങ്ങൾ, ശക്തമായ ചില രാഷ്ട്രങ്ങൾ, യൂറോപ്യൻ സമൂഹത്തിലെ ചില രാഷ്ട്രങ്ങളും അമേരിക്കയും ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രതിസന്ധി പരിഹാരം, കേവലം ഔപചാരികമായ ഒരു വെടിനിർത്തൽ വന്നുവെങ്കിലും ശാശ്വതമായ വെടിനിർത്തൽ സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ആ വിഷയം ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് ദുഃഖകരമായ അവസ്ഥ. ഈ നിരന്തരമായ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സുയസ് കനാലിൻ്റെ ഭാഗത്ത് ഹൂതികളുടെ നേതൃത്വത്തിൽ, ഇറാൻ്റെ പിന്തുണയോടുകൂടി ഹൂതികളുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണം നടക്കുന്നു. ഇസ്രായേലിലേക്കുള്ള ചരക്ക് നീക്കത്തിൻ്റെ ഏകദേശം 90% ഈ കടൽ മാർഗ്ഗമാണെന്നാണ് ഇവിടെ. യൂറോപ്പുമായിട്ടുള്ള കടൽ മാർഗ്ഗമുള്ള വലിയ ചരക്ക് നീക്കമൊക്കെ തടസ്സപ്പെടുത്താനും അങ്ങനെ ഇറാൻ്റെ ഒരു പിന്തുണ പൂർണ്ണമായിട്ടും ഹൂതികൾക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ തരത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങൾ കൂടി ഇടപെട്ട് അല്ലെങ്കിൽ പലസ്തീനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ കൂടി ഇടപെട്ട് യുദ്ധത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതുവരെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക സമവാക്യങ്ങളുടെ ഭാഗമാണ്. ഈ പറഞ്ഞ പോലെ ഏത് തരത്തിലുള്ള ഒരു എന്താ പറയുക
ഒരു നിഷ്പക്ഷ നിലപാടുകളും അല്ലെങ്കിൽ ഒരു നീതി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പോലെയുള്ള ഇടപെടലുകളും എല്ലാം വളരെ വളരെ ഒരു യാതൊരു പ്രാധാന്യവും നൽകാതെ തള്ളിക്കളയാണ് അമേരിക്കയും ഇസ്രായേലും ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നുള്ള സംശയമില്ല. ഐക്യരാഷ്ട്രസഭ എത്രയോ പ്രമേയങ്ങളാണ് ഈ ഇസ്രായേലിൻ്റെ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരായിട്ട് കൊണ്ടുവന്നത്. പക്ഷേ അതിലൊന്നും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആധുനിക നമ്മുടെ ലോകത്തിൻ്റെ തന്നെ മനുഷ്യരാശിയുടെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ വാസ്തവത്തിൽ യാതൊരു ന്യായീകരണവുമില്ലാത്ത ഒരു നിലപാടാണ് ഇതിനകത്ത് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്, ഈ ഇസ്രായേലും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് നമ്മളൊന്നുകിൽ ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ ലോകരാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് രൂപം കൊടുത്തത്. ഐക്യരാഷ്ട്രസഭ ഈ കാര്യത്തിൽ എന്താണ് നിലപാട് സ്വീകരിക്കുന്നത്, അവരുടെ നിർദ്ദേശം എന്താണ്, ഇതിനെല്ലാം പുല്ലുവില മാത്രം കൊടുത്തുകൊണ്ടുള്ള ഒരു പോക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുള്ള രാഷ്ട്രീയ സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അധികാര രാഷ്ട്രീയം ഒരു പുതിയ കോൾഡ് വാറിൻ്റെ പോലെ, പണ്ട് കോൾഡ് വാർ എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ പുടിൻ ഒരു വശത്തും അമേരിക്ക മറുവശത്തുമായി ഒരു വലിയ അന്താരാഷ്ട്ര ശാക്തിക ചേരികളുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ, നേരത്തെ കിരൺ പറഞ്ഞ പോലെ ഈ ഹമാസിനായാലും മറ്റ് ഇസ്രായേൽ വിരുദ്ധ ശക്തികൾക്കും വളരെ അവസരവാദപരമായിട്ടുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇത് തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൻ്റെ ഒരു എസ്കലേഷൻ, ഒരു വലിയ തരത്തിലേക്കുള്ളൊരു വളർച്ചയ്ക്ക് കാരണമാകാൻ വളരെ വലിയ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇതിനൊരു മാറ്റം വരിക? ഒന്നുകിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടണം, അല്ലെങ്കിൽ ഇടപെട്ടാൽ അത് പരിഹരിക്കണം. ഇതൊന്നും നമ്മളിവിടെ കാണുന്നില്ല. ആകെയുള്ളത് അമേരിക്കയിൽ ഈ ഇൻറ്റേർണലായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായത്തിൽ ബൈഡനെതിരായിട്ടൊക്കെ ചില നിലപാടുകൾ ശക്തമായി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ശരിയാണെന്നോ അത് എത്രമാത്രം ഒരു വലിയ മാറ്റത്തിന് വഴിതെളിക്കുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് സാധാരണ കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഈ യുദ്ധം കൂടുതൽ വഷളാകാനും കൂടുതൽ എസ്കലേറ്റ് ചെയ്യാനും മറ്റ് കക്ഷികളും കൂടി പറഞ്ഞ പോലെ റഷ്യയെ പോലെയുള്ള കക്ഷികൾ ഇടപെടുക, ചൈന ഇടപെടാനുള്ള സാധ്യത, ഇങ്ങനെ ലോകത്തിനെ ഒരു അപകടത്തിൻ്റെ, ഒരു വലിയ പൊട്ടിത്തെറിയുടെയും സംഘർഷത്തിൻ്റെയും വക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഈ മറ്റൊരു യുദ്ധം റഷ്യ യുക്രൈൻ വാറാണ്. അത് 2022 ഫെബ്രുവരി 24 തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയ ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് റഷ്യയുടെ 40 കിലോമീറ്റർ നീളത്തിലുള്ള സേന വരുന്നു, 48 മണിക്കൂറിനുള്ളിൽ കീവ് കീഴടക്കി യുക്രൈനെ കീഴടക്കുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വർഷം 2 ആവാൻ പോകുന്നു. ആ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. റഷ്യ പോലത്തെ ഒരു വലിയ രാജ്യത്തിനെതിരെയാണ് ഒരു തീരെ ചെറിയ രാജ്യം, കുഞ്ഞൻ രാജ്യം പ്രതിരോധിച്ചിങ്ങനെ ഇത്ര കാലവും നിൽക്കുന്നത്. അവർക്ക് പക്ഷേ യൂറോപ്യൻ യൂണിയൻ്റെ അടക്കമുള്ള സഹായം, ശക്തമായി തന്നെ എല്ലാ തരത്തിലുള്ള സഹായമുണ്ട്. ഈ യുദ്ധം യഥാർത്ഥത്തിൽ അവസാനിക്കാത്തത് എന്താണ്? 2 വർഷത്തോളമാകുന്നു. ഒക്ടോബർ 24 ഫെബ്രുവരി 24, 2022 തുടങ്ങിയ യുദ്ധം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കും. അതിശക്തമായ ഒരു രാജ്യം റഷ്യ അതിൻ്റെ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ അയൽ രാജ്യമായ ഉക്രൈനെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നിഷ്പ്രയാസം കീഴടക്കാനാവും എന്ന ഒരു പ്രതീക്ഷയാണ്, ഒരു പ്രതീതിയാണ് ആദ്യമുണ്ടായത്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? 2023 കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പാഠം, എത്ര ശക്തമായ രാജ്യമാണെങ്കിലും ശരി, ലോകത്തൊരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ഭൗതികമായി പൂർണ്ണമായി കീഴടക്കി വയ്ക്കാനാവില്ല. ഒരു യുദ്ധം, ആധുനിക യുദ്ധങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തില്ല എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കണ്ടത്. ഉക്രൈൻ്റെ കിഴക്കൻ പ്രദേശമായ ലുഹാൻസ്, ഡൊണസ്ക് പ്രവിശ്യകളിൽ റഷ്യൻ സൈന്യം ഇരച്ചു കയറുകയും അതിന് ചില ഭാഗങ്ങൾ കൈവശപ്പെടുത്തുകയും എല്ലാം ചെയ്തത് ക്രിമിയ യുദ്ധത്തിൻ്റെ 2014 ക്രൈമിയ യുദ്ധത്തിൻ്റെ ഒരു തുടർച്ചയായി വേണമെങ്കിൽ കാണാം. വേണമെങ്കിൽ പറയാം, വ്ളാഡിമിർ പുടിൻ എന്ന ശക്തനായ ഏകാധിപതിയുടെ, റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഒരു തീരുമാനപ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു മേധാശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡോമിനൻറ്റ് നേച്ചർ, അതിൻ്റെ റിഫ്ലക്ഷനായി വേണമെങ്കിൽ കാണാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന യഥാർത്ഥ കാരണമെന്ന് പറയുന്നത്, ഉക്രൈൻ എന്ന രാജ്യം യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ പോകുന്നു. അതുമാത്രമല്ല, അമേരിക്കയുടെ സൈനിക സഖ്യമായ, പാശ്ചാത്യ ശക്തികളുടെ സൈനിക സഖ്യമായ നെയ്റ്റോയിൽ അംഗത്വം എടുക്കാൻ പോകുമ്പോൾ, നെയ്റ്റോ റഷ്യയുടെ പടിവാതിൽ വരെ വരുമ്പോൾ റഷ്യയുടെ ദേശീയ സുരക്ഷയാണ് അട്ടിമറിക്കപ്പെടുന്നത്. സ്വാഭാവികമായി ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ സുരക്ഷ അടിസ്ഥാനപരമായ വിഷയമാണ്.
ദേശീയ സുരക്ഷ അട്ടിമറിക്കപ്പെടും എന്ന പ്രതീതി വന്നപ്പോൾ സ്വാഭാവികമായി ചെയ്യാനുള്ളത് ചെയ്തു എന്ന രീതിയിലാണ് അവിടെ കാണുന്നത്. പക്ഷേ ഇത് എത്ര കാലം നീണ്ടുപോകും എന്ന് ആർക്കും പറയാനാവാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ മൂർധന്യത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു റഷ്യയുടെ ഒരു പടക്കപ്പൽ ഉക്രൈൻ മുക്കിയിരിക്കുകയാണ് കരിങ്കടലിൽ. അവിടെ അതിനുള്ള ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ കിയേവിൽ മാത്രമല്ല ഉക്രൈനിലെ സകല നഗരങ്ങളിലും അതിശക്തമായ ബോംബാക്രമണവുമായി റഷ്യ നിൽക്കുകയാണ്. അതുകൊണ്ട് ലോകം ഈ കാര്യത്തിലും ചേരിതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച, അതും 2023 വേദനാജനകമായ കാഴ്ചകളിലൊന്നാണ്. ഈ റഷ്യയുടെ ഭീമമായ ഒരു യുദ്ധച്ചെലവ് കാരണം റഷ്യയുടെ വളർച്ചയിൽ 3-4% കുറവുണ്ട്. അടുത്ത വർഷം ഈ വരുന്ന സാമ്പത്തിക വർഷം ഏകദേശം അത് 7-8% കുറവുണ്ടാവും എന്നാണ് പറഞ്ഞത്. അതിഭീമമായ ഒരു സാമ്പത്തിക ബാധ്യതയാണ് റഷ്യ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഈ തരത്തിലേക്ക് ഒരു യുദ്ധം വന്നാൽ എവിടെയും അവസാനിക്കുന്നില്ല, ആരും ജയിക്കുന്നതും തോൽക്കുന്നില്ലാത്ത അവസ്ഥയിൽ എത്ര കാലം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഈ ഏകാധിപതികളുടെയൊക്കെ രീതികൾ എങ്ങനെയാണ്? ഏകാധിപതികൾ രാജ്യത്തിൻ്റെയോ രാജ്യത്തിൻ്റെ ഭാവിയുടെയോ ഒന്നും കാര്യം അവർക്ക് സംബന്ധിച്ചും പ്രശ്നമല്ല. പുടിനെ പോലെ ഒരാൾ എന്താ പറയുക, അങ്ങേ അറ്റത്തെ സ്വേച്ഛാധിപതിയും ഏകാധിപതിയായിട്ടൊരു ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു ദുരന്തം, രാജ്യം നേരിടാൻ പോകുന്ന ഒരു ദുരന്തത്തിനെക്കുറിച്ചുള്ള അങ്ങനെ ഒരു ഭയമേ ഇല്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ധാരണ ഈ യുക്രൈൻ പോലെ ഒരു പ്രവിശ്യയും കൂടെ കൈക്കലാക്കി കഴിഞ്ഞാൽ തങ്ങളുടെ ഇമ്പീരിയൽ മോഹങ്ങൾക്ക് ഒരു സഹായമാകുമെന്നും അതിന് സാമ്പത്തികമായിട്ട് ഇതൊരു വലിയ എന്താ പറയുക പഴയ ബ്രെഡ് ബാസ്ക്കറ്റാണ് സോവിയറ്റ് യൂണിയൻ്റെ ഈ യുക്രൈൻ എന്ന് പറഞ്ഞാൽ. ഓയിൽ, ഫുഡ് ഗ്രെയിൻസ്, ഇതെല്ലാത്തിൻ്റെയും കേന്ദ്രമാണ്. അപ്പോൾ അവരെ ഒരു പക്ഷേ സാമ്പത്തികമായ താല്പര്യം തന്നെ ആവാം ഇതിനകത്ത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രാജ്യത്തിന് ഈ യുക്രൈൻ പോലെ ഒരു വലിയ പ്രദേശത്തെ പിടിച്ചടക്കിയാൽ ഈ സ്വന്തം ആഭ്യന്തരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെയും കൊണ്ട് തരണം ചെയ്യാനാകും എന്നുള്ള ഒരു വശത്ത് അങ്ങനെ ഒരു ആഗ്രഹമാണ്. മറുവശത്ത് ഒരു മെഗലോമാനിയാക്കായിട്ടുള്ള ഒരു രാഷ്ട്ര നേതാവിൻ്റെ അഡ്വഞ്ചർ. നമ്മൾ ഈ ചരിത്രത്തിൽ എല്ലാ യുദ്ധങ്ങളെയും ഇങ്ങനെയാണ് കാണുന്നത്. ഹിറ്റ്ലറായാലും മുസോളിനി ആയാലും എല്ലാം ഈ ഒരു മനുഷ്യൻ്റെ അമിതമായിട്ടുള്ള ഒരു ഭ്രാന്തൻ മനസ്സിൻ്റെയും അതിനോടൊപ്പം അതിൻ്റെ വളരെ ഭൗതികമായിട്ടുള്ള ചില സാമ്പത്തിക കാരണങ്ങളും രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനൊരു യുദ്ധത്തിൻ്റെ മുന്നിലാണ് ലോകമാകെ. ഒരു പ്രവണത കൂടി ഇവിടെ നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. ഈ ഒരു പ്രൈവറ്റ് ആർമീസിൻ്റെ ആവിർഭാവം. നമ്മൾ പ്രഗോഷിൻ്റെ മരണം കണ്ട വർഷമാണ് 2023. ഒരു മെർസിനറി ലീഡറാണ് റഷ്യ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തിയ വിദേശ രാജ്യങ്ങളിൽ കൂലിപ്പട്ടാളത്തെ പ്രഗോഷൻ്റെ നേതൃത്വത്തിൽ അയച്ച് അവിടുത്തെ റിസോഴ്സുകൾ പരമാവധി ലാഭകരമായി സംഘടിപ്പിച്ച് റഷ്യയിലെത്തിക്കുന്ന ചുമതലയുള്ള ആ ഒരു കൂലിപ്പട്ടാളം. അങ്ങനെ ഒരു പ്രവണത ലോകത്തിന് വെളിപ്പെട്ട വർഷം കൂടിയായിരുന്നു കടന്നു പോകുന്ന വർഷം. അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ മരണവും അത് റഷ്യ എഞ്ചിനീയർ ചെയ്ത ഒരു അപകട മരണമാണ് എന്ന രീതിയിൽ വാർത്തകൾ വരികയും ചെയ്തു. അതെ, അപ്പോൾ അങ്ങനെ ഒരു ആംഗിളും കൂടെ അതിനകത്തുണ്ട്. അതിന് അഫ്ഗാനിസ്ഥാനിലും അങ്ങനെയുള്ള ഈ വാർലോഡ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ സ്വകാര്യ ആർമികളുടെയും കൂലിപ്പട്ടാളത്തിൻ്റെയും ഒക്കെ ഈ അതാണ് ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നവരാണ്. അതിപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞത് ഒരു ആഭ്യന്തരമായിട്ടുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വലതുപക്ഷ ഡെസ്പോട്സ് ഭരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഈ ക്രമസമാധാനം അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രം എന്നിവ നടപ്പിലാക്കാൻ ഈ സന്നദ്ധ സംഘങ്ങൾ, ഈ വിജിലാൻറ്റി ഫോഴ്സസ് വരുന്നത് പോലെ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലും ഇങ്ങനെയുള്ള ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. അതൊരു നമ്മുടെ ജനാധിപത്യം, ലോകത്തെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. കാത്തിരുന്ന് തന്നെ ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഈയിടെ ഉണ്ടായ വിഷയങ്ങൾ, 2 കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തെളിവുകൾ നൽകിയതും ഇന്ത്യ ബന്ധം നിശ്ചയിച്ചതുമെല്ലാം അതിനെ ഇതുമായി ബന്ധപ്പെടുത്താവുന്ന ഒന്നുകൂടിയാണോ? തീർച്ചയായും. ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകം അത് കാനഡയിൽ വെച്ച് നടന്നതാണ്. ഖലിസ്ഥാൻ വാദം ഇന്ത്യക്ക് വെളിയിൽ അതിശക്തമായി നിലനിൽക്കുന്ന രാജ്യമാണല്ലോ കാനഡ. അപ്പോൾ കാനഡയിൽ ഖലിസ്ഥാൻ വാദികളായ ഒരു രാഷ്ട്രീയ കക്ഷിയുമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ചങ്ങാത്തത്തിലാണ്. അദ്ദേഹം സർക്കാർ നിലനിൽക്കുന്നത് തന്നെ ആ സിഖ് പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ്. ഒരു 4 ലക്ഷത്തോളം സിഖുകാർ കാനഡയിൽ ഉണ്ട് താനും. അവർ ചില നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സിഖ് ദേശീയത ഇന്ത്യയുടെ പുറത്ത് വളരുമ്പോൾ ഭാരതം കയ്യും കെട്ടി നിൽക്കുകയാണോ,
വേണ്ടത് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഭാരതം കുറ്റപ്പെടുത്തപ്പെട്ടു. ഭാരതത്തിൻ്റെ രഹസ്യ അന്വേഷണ ഏജൻസിയും ഭാരതത്തിൻ്റെ ഏജൻറ്റുകളുമാണ് ഈ കൊലപാതകം, നിജ്ജാറിൻ്റെ കൊലപാതകവും മറ്റൊരു കൊലപാതകവും അവിടെ നടന്നു. കാനഡയിൽ ഒന്നിലധികം കൊലപാതകങ്ങൾ നടന്നു, അമേരിക്കയിൽ കൊലപാതകം നടക്കുന്നു, പാകിസ്ഥാനിൽ കൊലപാതകം നടക്കുന്നു. ഇതെല്ലാം ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന സിഖ് വിഭാഗക്കാരായ ആളുകൾ, ഭീകരർ. അത് മാത്രമല്ല, ഇസ്ലാമിക ഭീകരതയും സിഖ് ഭീകരതയും എല്ലാം തന്നെ ഭാരതം അത് മാനേജ് ചെയ്യുന്നൊരു കാഴ്ചയാണ്. വിതിൻ കോട്ട്സ് ആ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അതൊരു തർക്ക വിഷയമായി വന്നു. അതാണ് പിന്നെ G20 സമ്മേളനത്തിൽ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയിലെത്തിയപ്പോൾ വേണ്ട രീതിയിൽ അദ്ദേഹം സ്വീകരിക്കപ്പെട്ടോ എന്ന ഒരു നിരീക്ഷണവും ഇവിടെയുണ്ട്. അതിനുശേഷം വലിയ തോതിലാണ് ട്രൂഡോ തിരിച്ചു ചെന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനയും പരസ്പരം നയതന്ത്രജ്ഞരെ പുറത്താക്കിക്കൊണ്ട് ഭാരതവും കാനഡയും ഒരു വളരെ മോശകരമായ രീതിയിലേക്ക് അവരുടെ നയതന്ത്രത്തെ മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ച നമ്മൾ 2023 കണ്ടു. ഇതെല്ലാം ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രൈവറ്റ് മിലിഷ്യകളുടെ ഉദയം, കൂലിപ്പട്ടാളത്തിൻ്റെ ഒരു പ്രഭാവം, വാർലോഡിസത്തിൻ്റെ ഒരു ആവിർഭാവം, ഇതെല്ലാം തന്നെ കൂടുതൽ ലോകത്തെ സംഘർഷഭരിതമാക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. ഈ G20ക്ക് ഇത്തവണ ഇന്ത്യ ആതിഥ്യം വരികയും G20 തലപ്പത്തേക്ക് ഇന്ത്യ എത്തുകയൊക്കെ ചെയ്യുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുന്നോട്ട് വെച്ചൊരു പ്രമേയം, റഷ്യയുടെ പേര് പറയുന്നില്ല എങ്കിൽ പോലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള പ്രമേയം പാസ്സാക്കപ്പെടുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്തണം എന്നുള്ളതിലേക്ക് വരുന്നു. അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് ആ G20 ഒരു വലിയ അഭിമാനമായി ഉയർന്നു നിൽക്കാൻ കഴിയുന്ന ഒന്നുകൂടിയായിരുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ പരിധി വരെ അത് ഇന്ത്യക്ക് അഭിമാനകരമായ കാര്യം തന്നെയാണ്. ആഗോള ഒരുപക്ഷെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളുടെ, വികസിത രാഷ്ട്രങ്ങളുടേതായ ഒരു ഹൈ ടേബിളിൽ ഇന്ത്യക്കൊരു പ്രധാനപ്പെട്ട സ്ഥാനം എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷേ നമ്മൾ നേരത്തെ ചന്ദ്രയാൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു സമ്മേളനം പോലും ഒരു വലിയ എന്താ പറയുക, ഒരു വിശ്വഗുരുവിൻ്റെ വിജയമായിട്ടോ അല്ലെങ്കിൽ BJPയുടെയോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു വിജയമായിട്ടും മറ്റും ഈ G20 സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി കിട്ടി എന്നുള്ള രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് വാസ്തവത്തിൽ വെറും എന്താ പറയുക, ഒരു മൂന്നാംകിട എന്തോ ഒരു അപകർഷതാബോധം മാത്രം ഉള്ള ഒരു ജനം മാത്രമേ ആ രീതിയിലും മറ്റും അത് അവകാശപ്പെടുകയുള്ളൂ. അങ്ങനെ ഒരു പ്രസ്ഥാനം മാത്രമേ അത് അവകാശപ്പെടുകയുള്ളൂ. ഇതെന്തോ ഒരു വലിയ ഇന്ത്യക്ക് ലഭിച്ച ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അംഗീകാരമാണെന്നും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എവിടെയോ മോശക്കാരാണെന്ന് തോന്നലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമേ ബാക്കിയുള്ളവർ കാണൂ എന്നുള്ളത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഈ യഥാർത്ഥത്തിൽ ഇപ്പം നേരത്തെ MJR പറഞ്ഞതുപോലെ ഈ G20യുടെ ഒരു അഭിമാനകരമായ ഇന്ത്യയുടെ ഒരു നേട്ടത്തിനൊപ്പം തന്നെ ആ നേട്ടത്തെ രാഷ്ട്രീയമായി കൂടിയാണ്, അല്ലെങ്കിൽ ആ തരത്തിലേക്കാണ് ഈ അന്താരാഷ്ട്ര നേട്ടത്തെ അടക്കം മാറുന്നത്. അത് കിരൺ, ഇവിടെ 2023 വർഷം നമ്മൾ കണ്ടു ഇന്ത്യ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറുന്നു. ചൈനയെ പിന്തള്ളിക്കൊണ്ട് 1.42 ബില്യൺ ആളുകളുമായി ഭാരതം 1ാം സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ 20 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ജനസംഖ്യ കൊണ്ടും ലോകത്തെ ജനസംഖ്യയുടെ 80%, ലോകത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിൻ്റെ 80-85%, അപ്പോൾ ലോകത്തിൻ്റെ പവർ ഇക്വേഷൻസിൻ്റെ 70 മുതൽ 80% വരെ കൈകാര്യം ചെയ്യുന്ന 20 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, മുൻകാലത്തെ G7 എന്ന് പറയുന്ന വികസിത രാജ്യങ്ങളുടെ 7 രാജ്യങ്ങൾ, G15 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വികസ്വര രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിലെ ചില രാജ്യങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ വിഭാഗത്തെയും കൂടി കോൺഫിഡൻസിലെടുത്തുകൊണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന G20 തീർച്ചയായും ഇന്ത്യയിൽ അതിനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം വന്നപ്പോൾ അത് വളരെ ഗൗരവത്തിലാണ് എടുത്തത്. ചില നിർണായക തീരുമാനങ്ങളുണ്ടായി. വിശ്വഗുരുവിൻ്റെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ചില കാര്യങ്ങളിൽ ചില നിർണായക തീരുമാനങ്ങളുണ്ടായി. അതിലൊന്ന് പഴയകാല സ്പൈസ് റൂട്ടിൻ്റെ പുനരുജ്ജീവനമാണ്. ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ വയ മിഡിൽ ഈസ്റ്റ്, അതൊരു വാണിജ്യ ഇടനാഴിയാണ്. അപ്പോൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായി ഒരു നാവിക മാർഗത്തിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെയും യൂറോപ്പിനും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് ലോക വ്യാപാരത്തിൻ്റെ തലപ്പത്തേക്ക് വരാനുള്ള ഒരു അന്തരീക്ഷം. ഓർക്കുക, 2023 വർഷം ഇന്ത്യ 5ാമത്തെ വലിയ ലോക സമ്പദ് വ്യവസ്ഥയായി മാറിയ വർഷവും കൂടിയാണ്. അതുകൊണ്ട് വളരാൻ വെമ്പുന്ന ഒരു ഭാരതത്തിൻ്റെ മുഖം ഇവിടെ കാണുകയുണ്ടായി. 2023 സംബന്ധിച്ച് സാങ്കേതിക വിദ്യയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ AI ടെക്നോളജി വരുന്നു, ChatGPT വരുന്നു, ഡീപ്പ് ഫേക്ക് വരുന്നു. ഇതെല്ലാം വളരെ വേഗത്തിലാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരിലേക്കടക്കം
എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ സാധാരണ മനുഷ്യരടക്കം ഇതിൻ്റെ എല്ലാ സാധ്യതകൾ ഫോട്ടോ മാറ്റാൻ വേണ്ടി അടക്കം ഉപയോഗിച്ച് ഏത് രീതിയിലായാലും അങ്ങനെ അടക്കം ഉപയോഗിക്കുന്നത് രാജ്യങ്ങളിപ്പോൾ രാഷ്ട്രീയമായ മാറ്റത്തിന് വേണ്ടി കൂടി ഈ ഡീപ്പ് ഫേക്കിൻ്റെ വരുന്നു. ഇത് ഒരു തരത്തിൽ മനുഷ്യ ബുദ്ധിയെ നിർമ്മിത ബുദ്ധി കൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, ഇത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു പരിണാമത്തിൻ്റെ മറ്റൊരു സാങ്കേതിക വിദ്യയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെയോ അല്ലെങ്കിൽ അതുകൊണ്ട് മനുഷ്യനെ മറികടക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ നീങ്ങാൻ സാധ്യത ഉള്ളത് കൂടിയാണോ? തീർച്ചയായിട്ടും അതിന് രണ്ട് വശമുണ്ട്. മനുഷ്യരാശി കണ്ട സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടായിരുന്നത് തുല്യമോ അതിനപ്പുറമോ ആണെന്നുള്ളൊരു സംശയമില്ല. മനുഷ്യനെ യന്ത്രങ്ങൾ പൂർണ്ണമായിട്ടും കീഴടക്കുന്ന ഒരു കാലമാണോ വരാൻ പോകുന്നത്? അതുണ്ടാക്കുന്ന ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ, ഉപജീവനത്തിൻ്റെതായ പ്രശ്നങ്ങൾ, അതിജീവനത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഒരു വശത്ത്. മറുവശത്ത് മനുഷ്യ ജീവിതത്തെ വിസ്മയകരമായ രീതിയിൽ അത് കൂടുതൽ സൗകര്യമുള്ളതാക്കുക, കൂടുതൽ എഫിഷ്യൻ്റ് ആക്കി തീർക്കുക എന്നുള്ളതെല്ലാം ഉണ്ട്. ഏറ്റവും പ്രധാനം, നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഇത് മാറ്റിത്തീർക്കാൻ നമ്മുടെ തലമുറ തന്നെ ഏതാനും ഇതിനകം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വഴിയാണ് ഇനിയും വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ ഒക്കെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതെന്ന് പോലും നമുക്ക് പറയാൻ വയ്യ. അത് ഒരുപക്ഷെ നമ്മുടെ തലമുറയിൽ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം നമ്മൾ എങ്ങനെ മാറിയോ അതിനുശേഷമുള്ള ഏറ്റവും വലിയ ഇതുവരെ എല്ലാവരും അതോടൊപ്പം തന്നെയാണ് ഒരു വലിയ ഭീതി ഇത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സാങ്കേതിക വിദ്യയുടെയും മുതലാളിത്തത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെയും ഒക്കെ തലതൊട്ടപ്പന്മാരായിട്ട് നിൽക്കുന്ന എലോൺ മസ്കിനെ പോലെയുള്ളവർ, ബിൽ ഗേറ്റ്സിനെ പോലെയുള്ളവർ, ഇങ്ങനെയുള്ളവർ പോലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് മനുഷ്യനെ അപകടപ്പെടുത്താൻ പോകുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ നമ്മളിപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഗസയുടെ കാര്യം പറഞ്ഞ പോലെയുള്ള ഒരു ഭീമാകാരമായൊരു പ്രാധാന്യം ഇതിനുണ്ട്. ഇത് എന്നെയും നിങ്ങളെയും നമ്മളെയും ഒക്കെ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെയൊക്കെയാണ് മാറ്റി തീർന്നത്. 2024 നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ തെളിയാൻ പോകുന്നതിന് ഏതാനും ദിവസങ്ങൾക്കൊക്കെ അറിയാം. എന്തായാലും അതൊരു വലിയ രീതിയിലുള്ള ആർക്കും ആശങ്ക ഉളവാക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കൊപ്പം ആശങ്ക കൂടി നിർത്തുന്നത്. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കൂടി വന്നാൽ ഈ നമ്മുടെ അയൽ രാജ്യം പാകിസ്ഥാനിലേക്ക് നവാസ് ഷെരീഫ് തിരിച്ചു വരുന്നു. ഇമ്രാൻഖാൻ്റെ അറസ്റ്റും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും ഈ 2024 എത്തുമ്പോൾ, അടുത്ത വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ മാറ്റങ്ങൾ ഇന്ത്യയെ ബാധിക്കുക? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എക്കാലത്തും വലിയ ഒരു സെക്യൂരിറ്റി ഭീഷണിയാണ്. അതിർത്തി കടന്നു വരുന്ന ഭീകരത, ആ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടം, ആ ഭരണകൂടത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന സൈന്യത്തെ നിയന്ത്രിക്കുന്ന ISI, ഇതിൻ്റെ എല്ലാം ഒരു വലിയ ഒരു ഗൂഢമായ പദ്ധതിയാണ്. അപ്പോൾ പാകിസ്ഥാനെ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായിട്ടാണ് ഇപ്പോൾ പല ലോകരാജ്യങ്ങളും കാണുന്നത്. വളരെ വലിയ കടക്കണിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ചൈനയുടെ ഭാഗത്തു നിന്നും വന്ന വലിയ സഹായം അത് വാങ്ങുകയും എന്നാൽ ലോൺ റീപേയ്മെൻറ്റ് മുടങ്ങുകയും ചെയ്തപ്പോൾ സംഭവിച്ച അതിഭയങ്കരമായ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്. അപ്പോൾ ഇത് അടവശിഷ്ട നില തീർത്തും മോശമായ പാകിസ്ഥാനിൽ. ഇതിനെല്ലാം പുറമെയാണ് രാഷ്ട്രീയ അസ്ഥിരത. ഇമ്രാൻഖാൻ എന്ന ജനകീയ നേതാവ്, അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും സൈന്യത്തിൻ്റെ ഒത്താശയോടുകൂടി പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് പറഞ്ഞു വിടുകയും, അത് 2022 പറഞ്ഞു വിടുകയും അതിനു പകരം ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രിയായി കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഇമ്രാൻഖാൻ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ആ തെരുവിലിറങ്ങി ഇമ്രാൻഖാൻ നയിച്ച റാലികളിലെ വൻ ജനപങ്കാളിത്തം, അതിൽ വിരളി പൂണ്ടുകൊണ്ട് ഭരണകൂടം ഇമ്രാൻഖാനെ പല കേസുകളിലും കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അനധികൃത സ്വത്ത് സമ്പാദനം, അതുപോലെ ഈ ട്രോഫികളും ഗിഫ്റ്റുകളും എല്ലാം അടങ്ങുന്ന തോഷാഖാന അത് സ്വന്തമാക്കി ഇമ്രാൻഖാൻ സ്വന്തമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം. അങ്ങനെ കോടതികളെ ഉപയോഗിച്ചുകൊണ്ടും നിയമ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടും ഇമ്രാൻഖാനെ അയോഗ്യനാക്കാൻ നടത്തുന്ന നീക്കം, അതിനെതിരെ ജനം ജനുവരി 2023 ഉഗ്രമായി പ്രതിഷേധിച്ചപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആർമി ഹെഡ്ക്വാർട്ടേഴ്സും ISIയുടെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ജനക്കൂട്ടം ആക്രമിക്കുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ്റെ ക്രമസമാധാന നില തകർന്നു എന്നതും അവിടെ പ്രസക്തമാണ്. അതുപോലെ താലിബാൻ്റെ വർദ്ധിച്ചു വരുന്ന വീര്യവും ഇതെല്ലാം കാട്ടുന്നത് അയൽപക്കത്തുള്ള രാജ്യത്ത് ആരോട് സംസാരിക്കും. ഇനി ഇന്ത്യ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന സമാധാന ചർച്ചകൾ തുടരണമെങ്കിൽ ഇന്ത്യ ആരോടാണ് സംസാരിക്കേണ്ടത്? അവിടെ സംസാരിക്കാനൊരു നാഥനില്ലാ കളരിയായി മാറുന്ന പാകിസ്ഥാനെയും നമ്മൾ 2023 വർഷം കാണുന്നു.
മറ്റ് ലോകത്തെ ഈ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളൊക്കെ മാറ്റങ്ങൾ കൂടി പരിശോധിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ലോകത്താകമാനം അത്തരത്തിലേക്ക് ഒരു അധികാര ശേഷിയുള്ളതാണ്. പോപ്പ് തന്നെ ഇത്രയും കാലം കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്ന ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി സ്വർഗാനുരാഗികളെ ആശീർവദിക്കുന്നു, സ്വർഗ വിഭാഗത്തെ അനുകൂലിക്കുകയും ചെയ്യുന്നു. യാഥാസ്ഥിതരായ വലിയൊരു വിഭാഗം പുരോഹിതർ ഇതിനെതിരെ പരസ്യമായിട്ടടക്കം രംഗത്ത് വന്നിരിക്കുന്നു. വലിയ ചർച്ചകളും വിഭാഗീയതയും ഒക്കെ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നടക്കുകയാണ്. അപ്പോഴും പോപ്പ് ആ സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏത് തരത്തിലേക്കൊക്കെ ആയിരിക്കും ബാധിക്കുക? ഈ നമ്മൾ ചുറ്റിനും കാണുന്ന ഈ ഇരുണ്ട സംഭവങ്ങളാണ് ഇതിനകം ചർച്ച ചെയ്തത്. ഈ എന്താ പറയുക, കൂടി വരുന്ന യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ, കൂടുതൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് പോകുന്നത്, ഈ ഒരു ഇരുണ്ട ലോകത്തും ഒരു പക്ഷേ ഒരു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയുമായ ഒരു ഏകരാശിയാണ് ഈ പോപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം വന്നപ്പോൾ മുതൽ ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ച അത് ഒരുപക്ഷെ പ്രതീക്ഷിച്ചവരുടെ കുറ്റമാണ് പല കാര്യങ്ങൾ. പക്ഷേ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ മാറ്റങ്ങൾക്ക്, ഏറ്റവും പുരോഗമനപരമായ മാറ്റങ്ങൾക്ക്, ഏറ്റവും ജനാധിപത്യപരമായ മാറ്റങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സംഭാവന അപാരമാണെന്നുള്ള സംശയമില്ല. പ്രത്യേകിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വളരെ പ്രതിലോമകരമായിട്ടുള്ള പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിൻ്റെയും പിന്തിരിപ്പൻ ചിന്തയുടെയും ഒക്കെ ശക്തി, മതതീവ്രവാദം, മതമൗലികവാദം ഒക്കെ വരുമ്പോൾ വാസ്തവത്തിൽ അധികാരത്തിനെ വികേന്ദ്രീകരിക്കാനും സ്ത്രീകളുടെ അവകാശങ്ങൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, മുമ്പ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ തന്നെ ചൂഷണം ചെയ്ത വിഭാഗങ്ങളോട് മാപ്പ് ചോദിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ചുറ്റിനും ഈ എല്ലാ ഇരുണ്ട സംഭവങ്ങൾക്കിടയിൽ ഒരൊറ്റ വെളിച്ചമായിട്ട് അദ്ദേഹം നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിൽക്കുന്നു എന്നുള്ളത് ആണ് വാസ്തവത്തിൽ ഈ 2023 പ്രത്യാശയ്ക്ക് വകവയ്ക്കുന്നതും. 2024 അദ്ദേഹം പരാജയപ്പെടും. അദ്ദേഹം പ്രായമായി, അദ്ദേഹത്തിന് വളരെയധികം പ്രായമുണ്ട്. നേരത്തെ പറഞ്ഞ യാഥാസ്ഥിതിക കക്ഷികളുടെ എതിർപ്പുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലും ഇതിനകം കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മനുഷ്യർക്ക് വേണ്ടി, അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ അദ്ദേഹം ചെയ്തിരിക്കുന്ന, പോപ്പ് ഫ്രാൻസിസ് ചെയ്തിരിക്കുന്ന സംഭാവനകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭാവനയായി തന്നെ കരുതപ്പെടുന്നു. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ പ്രകാശരേഖ ഒരു വലിയ വെളിച്ചമായി മാറുമോ, അതോ യാഥാസ്ഥിതികർ അതിനെ കെടുത്താൻ സാധ്യതയുണ്ടോ? പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം നമ്മൾ കാണുന്നു. അത് അവസാനം പറഞ്ഞ പോപ്പിൻ്റെ ചില നിലപാടുകൾ, ലോക കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് കൊണ്ടുവരുന്ന മിയാ കുൾപ്പ, മിയാ മാക്സിമ കുൾപ്പ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് ഒരു സഭാ നേതൃത്വം പറയുകയും രാഷ്ട്രീയ നേതൃത്വത്തിന് അതിൽ നിന്നും ഇഫ് ദേ ക്യാൻ ടേക്ക് എ ക്യൂ ഫ്രം ഇറ്റ്, അവർക്ക് കൂടി പാറ്റിയ തെറ്റുകളെ മനസ്സിലാക്കുകയെങ്കിലും, തുറന്നു പറഞ്ഞില്ലായെങ്കിലും മനസ്സിലാക്കുകയെങ്കിലും ചെയ്താൽ ഒരുപക്ഷെ കുറച്ചുകൂടി വേൾഡ് മേ ബിക്കം എ ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ 2024. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് 2023 അവസാനിക്കുന്നത്. ഒരു വിശ്വഗുരു എന്നൊരാളെ വിളിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് അതിന് അർഹതയുള്ള ഒരാൾ അദ്ദേഹം മാത്രമായിരിക്കും. എന്തായാലും ഒട്ടേറെ യുദ്ധങ്ങൾ നീക്കുന്ന കരിനിഴലിനപ്പുറവും പ്രതീക്ഷയുടെ പ്രകാശരേഖകളും തെളിയുന്നുണ്ട്. 2023 സമഗ്രമായ ഒരു വിശകലനത്തിനാണ് ശ്രമിച്ചത്. ഇനിയും പ്രധാനപ്പെട്ട പല സംഭവങ്ങളും വിട്ടുപോയിട്ടുണ്ടാവും സമയപരിമിതി കൊണ്ടാണ്. എന്തായാലും 2024 പ്രകാശഭരിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു.